നമസ്കാരം. ഹലോ നമസ്കാരമുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് അതിഗംഭീരമായിട്ടുള്ള ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം ശക്തമായിട്ടുള്ള റാലിയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ട്രംപ് ഈ റിന്യൂവബിൾ എനർജി കമ്പനീസിന് എതിരെ 125% ഒരു താരിഫ് ഏർപ്പെടുത്തിയത് റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകൾ ഇടിയാനായിട്ട് കാരണമായി. കൂടാതെ SPEയും റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് അത്ര പോസിറ്റീവ് ആയിരുന്നില്ല. നമ്മുടെ IT കമ്പനീസ് പോസിറ്റീവായിരുന്നു, എങ്കിലും നമുക്ക് 25,450 മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ സെൻസെക്സ് എല്ലാം തന്നെ 500 പോയിന്റിലേറെ ഗെയിൻ ഉണ്ടായിരുന്നു. പോയിന്റുകളെല്ലാം തന്നെ ചോർന്നു പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ യുഎസിൽ നിന്ന് NVIDIAയുടെ എല്ലാം തന്നെ മികച്ച ഒരു റവന്യൂ ഫോർകാസ്റ്റ് കാരണം ഇന്നലെ US IT കമ്പനീസ് അതിഗംഭീരമായിട്ടുള്ള റാലിയിലാണ്. US IT കമ്പനീസ് മാത്രമല്ല, ഇന്ത്യൻ IT കമ്പനീസും അതിഗംഭീരമായിട്ടുള്ള റാലിയിലാണ്. അതുമാത്രമല്ല, ഇന്നലെ FIS ഇന്ത്യൻ മാർക്കറ്റിൽ അതിഗംഭീരമായിട്ടുള്ള ബൈയിങ് ആണ്. അപ്പോൾ ഇന്നത്തെ പ്രതീക്ഷകൾ അതാണ് നമുക്ക് കണ്ടുവരാം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും താഴെ US വോളറ്റിലിറ്റി ഇൻഡെക്സ് 7% ക്രാഷ് ചെയ്തു. നാസ്ഡാക്കും ഡോയും പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായിരുന്നു. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റൊക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് $27 ഉയർന്ന് 5191, സിൽവർ 1% ഇടിഞ്ഞിട്ടുണ്ട്, ബിറ്റ്കോയിൻ 2500 പോയിന്റ് കയറിയിട്ടുണ്ട്. ഇതാണ് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസ്. ഇൻഫോസിസും വിപ്രോയെല്ലാം തന്നെ 3%-2% വീതം ഉയർന്നിരുന്നു. ഇത് നമ്മുടെ FISൻ്റെ ആക്ടിവിറ്റീസാണ്. FIS ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 2,991 കോടി രൂപയുടെ ബൈ നടത്തി. ഈ മാസം 4,361 കോടി രൂപയുടെ ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ FIS 4,361 കോടി രൂപയുടെ ബൈയിങ് ആണ് മന്ത്ലി അടിസ്ഥാനത്തിൽ, അതായത് ഈ ഒരു ഫെബ്രുവരി മാസം നടത്തിയിരിക്കുന്നത്. അതിന് മുമ്പുള്ള എല്ലാ മാസങ്ങളിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ശുഭപ്രതീക്ഷകൾ. ഇത് എത്രമാത്രം മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യും ഈ ന്യൂസുകളൊന്നും തന്നെ നമുക്കറിയില്ല. കാരണം മാർക്കറ്റ് അതീവ വോളറ്റൈലാണ്. PM മോഡി ഇസ്രായേൽ സന്ദർശനം നടത്തുന്നുണ്ട്, 2 ദിവസത്തെ സന്ദർശനം. കൂടാതെ ഇറാനും US തമ്മിൽ ഈ ആണവ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാരലലി നടക്കുന്നുണ്ട്. അതൊക്കെ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ, ഓവർനൈറ്റ് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ പല തീരുമാനങ്ങളും നമുക്ക് അതിൻ്റെ ബേസിലേക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നാളെ നമുക്ക് ഇന്ത്യയുടെ GDP ഡേറ്റ വരുന്നുണ്ട്, USൻ്റെയും GDP ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ നമ്മൾ ഷോർട്സ് രൂപത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. IRFC ഓഫർ ഫോർ സെയിൽ പ്രഖ്യാപിച്ചു. ബൈസെൽ റെക്കമെൻഡേഷൻ എല്ലാം. ലുപ്പിൻ GST ഡിപ്പാർട്ട്മെൻറ്റ് ഒരു റൈഡ് കമ്പനിയുടെ ഓഫീസിൽ നടത്തുന്നുണ്ട്. ഇത് ഇവരുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷനും തന്നെ ബാധിക്കുന്നില്ലെന്നാണ് ഈ ലുപ്പിൻ കമ്പനി പറയുന്നത്. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി പുതിയ മെഡിസിന് കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. കേഫിൻ ടെക്നോളജി ഇവർ MFC ടെക്നോളജിയായിട്ട് ജോയിൻ വെഞ്ചറായിട്ട് പുതിയ പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സനോഫി ഇന്ത്യ കമ്പനി 48 കോടി രൂപ ഡിവിഡൻറ്റും കൂടാതെ തന്നെ 45 രൂപ ഡിവിഡൻറ്റും 75 രൂപ ഡിവിഡൻറ്റും കൂടി ഓൾ ടുഗദർ 123 കോടി രൂപ. 123 രൂപ നമുക്ക് എപ്പോഴും കോടിയുടെ കണക്കാണ് വരുള്ളൂ. 123 രൂപ ഡിവിഡൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് വന്നപ്പോൾ 91 കോടി രൂപയിൽ നിന്ന് 61 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞിരുന്നു. റവന്യൂവും ഇടിഞ്ഞിരുന്നു. ഷെയ്ലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക് കമ്പനിക്ക് 423 കോടി രൂപയുടെ ഓർഡർ കിട്ടി. KSP കമ്പനി 69 നിന്ന് 77 പ്രോഫിറ്റ് ഉയർത്തി. കൂടാതെ തന്നെ റവന്യൂ 730 നിന്ന് 784 കോടിയിലേക്ക് ഉയർന്നു. സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ കമ്പനി 44 നിന്ന് 66 പ്രോഫിറ്റ് ഉയർത്തി. സ്വാത്തിക് ഗ്രീൻ എനർജി കമ്പനി 87 കോടി രൂപയുടെ സോളാർ ഓർഡർ കിട്ടി. ഹൈവേ ഇൻഫ്ര കമ്പനിക്ക് 16 കോടി രൂപയുടെ ഓർഡർ ഈ നാഷണൽ ഹൈവേയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂസുകൾ. അപ്പോൾ വൈകിട്ട് കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.